ഫൗസ്റ്റിനാമ്മ പറയുന്നുണ്ട്, എനിക്ക് ആകെ ഒറ്റ പേടിയുള്ളത്. ആ പേടി എന്താ പറയുക, നമുക്കും വേണ്ട ഒരു പേടി ഇതാ. പേടിയൊക്കെ മാറ്റാൻ വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പേടി നമുക്ക് വേണം. ഫൗസ്റ്റിനാമ്മ പറയാണ്, എൻ്റെ ഈശോയെ ഞാനെങ്ങാനും വേദനിപ്പിക്കേണ്ടി വരുമോ, അറിയാണ്ട് പോലും ഈശോ വേദനിപ്പിച്ചാലോ, അത് മാത്രമാണ് എൻ്റെ ഭയം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ കുഞ്ഞുങ്ങളാണ് നമ്മൾ. ഈശോയെ ഇങ്ങനെ കൈക്കുഞ്ഞായിട്ട്, ഉണ്ണീശോയെ കൈക്കുഞ്ഞായിട്ട് ഫൗസ്റ്റിനാമ്മയ്ക്ക് ഇങ്ങനെ കിട്ടി. നമുക്ക് അങ്ങനെയൊന്നും ചിലപ്പോൾ അത്ര വലിയൊരു മിസ്റ്റിക് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായി കാണില്ല. പക്ഷേ നമ്മളെ ഇങ്ങനെ ഒരു കുഞ്ഞുവാവേനെ പോലെ ഈശോ നോക്കുന്നില്ലേ അല്ലേ? ഉണ്ട്. ഓരോ വിശുദ്ധ കുർബാനയിലും വചന വായനയിലും ഒക്കെ ശരിക്കും ഈശോ അങ്ങനെ നമ്മളെ ഒരു കുഞ്ഞിനെ പോലെ എടുത്ത് നടക്കുന്നുണ്ട്. നമ്മളപ്പോഴും ടെൻഷൻ അടിക്കുന്നുണ്ട്, നമ്മളപ്പോഴും എന്തിനൊക്കെ പേടിച്ചിട്ടുണ്ട്. അപ്പോഴും നമ്മളെ അയ്യോ എൻ്റെ ഈശോയെ എല്ലാം തീർന്നു എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈശോ പറയാണ്, ഒന്നും തീർന്നിട്ടില്ല, നിനക്ക് ശക്തി നൽകാൻ ഞാനിവിടെ ഉണ്ട്, നിനക്ക് സമാധാനം നൽകാൻ, എൻ്റെ സമാധാനം തരാൻ ഞാനിവിടെ ഉണ്ട്, നിന്റെ സകല ഭയങ്ങളും എടുത്തു മാറ്റി കൂടെ ഞാനുണ്ടെന്ന്. ആകെ ഒറ്റ കാര്യം പേടിക്കേണ്ടതുള്ളൂ, ഒരു പാപം പോലും ചെയ്ത് ഈശോയെ വേദനിപ്പിക്കാൻ ഇടയാവില്ലേ എന്ന് മാത്രമേ നമ്മൾ പേടിക്കേണ്ടതുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫൗസ്റ്റിനാമ്മയ്ക്ക് കിട്ടിയ പോലെ ഒരു വലിയ ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് നാളെ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ, നാളെ വചനം വായിക്കുമ്പോൾ, ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിനെ നേരിട്ട് കാണാൻ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം കിട്ടട്ടെ. വേറെയില്ലെന്നാശ്രയം അങ്ങിൽ മാത്രം